ഹായ് ഓൾ, എൻ്റെ പേര് ബ്ലെസ്സി. ഞാൻ ടീച്ചേഴ്സ് അക്കാഡമിയിലെ റീസെൻറ്റ് OET വിന്നറാണ്. സോ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എൻ്റെ 4 മോഡ്യൂളിനും എനിക്ക് B സ്കോർ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ആദ്യമേ തന്നെ നല്ലൊരു സ്കോർ എന്ന് അനുഗ്രഹിച്ച് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ടിജു സാറിനും ദീപ്തി മാമിനും ടീച്ചേഴ്സ് അക്കാഡമിയിലെ എൻ്റെ ടീമിനുമുള്ള നന്ദി വളരെ സ്നേഹത്തോടെ അർപ്പിച്ചുകൊള്ളുന്നു. ഞാൻ ടീച്ചേഴ്സ് അക്കാഡമിയിലേക്ക് വരുന്നത് സാറിൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ്. കാരണം ഒരു OET നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അന്വേഷിച്ച് നടന്നപ്പോൾ സാറിൻ്റെ വീഡിയോസ് ഒരുപാട് ഇൻസ്പയറായി. അങ്ങനെയാണ് ടീച്ചേഴ്സ് അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഓൺലൈൻ ക്ലാസ്സാണ് ആദ്യം എടുത്തത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഞാൻ ആദ്യം എടുത്തപ്പോൾ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു എൻ്റെ മുമ്പിൽ. കാരണം ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ച സ്റ്റുഡൻ്റാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് റീഡിങ് ഹാബിറ്റോ ലിസണിങ് ഹാബിറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ സാർ ആദ്യമേ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഓർഗനൈസ്ഡ് മാനറിൽ എങ്ങനെ പഠിക്കാം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതുപോലെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട സാറിൻ്റെ ഗ്രാമർ ക്ലാസ്, പ്രത്യേകിച്ച് OET ഗ്രാമർ ആൻഡ് ബേസിക് ഗ്രാമർ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ റീഡിങ് ലിസണിങ് ഒക്കെ വരുമ്പോൾ, റൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഓരോ സ്ഥലത്തും എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നാൽ സാറിൻ്റെ ക്ലാസ് നമ്മൾ പെട്ടെന്ന് നോക്കും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ. സോ അത് എക്സാം ടൈമിൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒന്നാണ് ദീപ്തി മാമിൻ്റെ ലെറ്റർ റൈറ്റിംഗ്. നമുക്ക് എത്ര അറിയാത്ത കുട്ടിയായാൽ പോലും വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ കൺസൈസ് ആയിട്ട് ലെറ്റർ എഴുതാൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. മാമിൻ്റെ ഓരോ ക്ലാസ്സും ഒത്തിരി വാല്യുബിൾ ആണ്. അതുപോലെ തന്നെ വളരെ ക്ഷമയോടെ മാം എല്ലാം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. സോ അതന്നെ എൻ്റെ ലെറ്റർ റൈറ്റിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ പറയേണ്ട കാര്യമാണ് റീഡിങ് ആൻഡ് ലിസണിങ്. നമുക്ക് അൺലിമിറ്റഡ് അവേഴ്സാണ് സാർ തരുന്നത്. വൺസ് നമ്മൾ റീഡിങ് ആൻഡ് ലിസണിങ് ഒരു 30 എബോവ് ആയാൽ മാത്രമാണ് നമുക്കൊരു ഇൻഡിവിജ്വൽ ട്യൂട്ടറിനെ നമുക്ക് ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. അതിനുശേഷം നല്ലൊരു ട്യൂട്ടറിനെ അവർ പ്രൊവൈഡ് ചെയ്തു. എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം മാം ഒത്തിരി സപ്പോർട്ടീവായിരുന്നു, ഒരുപാട് മോട്ടിവേഷൻ തരുമായിരുന്നു. നല്ല കറക്ഷൻസ്, എങ്ങനെ ഈ തെറ്റ് വരാതിരിക്കാം, ഒത്തിരി സപ്പോർട്ടീവായിരുന്നു. പിന്നെ പറയേണ്ട കാര്യമാണ് നമ്മുടെ ലൈവ് സെഷൻസ്. എനിക്ക് എല്ലായ്പ്പോഴും ലൈവ് സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ഓൾറെഡി നമ്മുടെ പോർട്ടലിലുള്ള വീഡിയോസൊക്കെ ഞാൻ കാണുമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ റീഡിങ്ങിന് നല്ല എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ട് ആ ഉത്തരത്തിൽ നമുക്ക് തെറ്റിപ്പോയി, എങ്ങനെ നമുക്ക് ശരിയായ ഉത്തരത്തിൽ വരാം എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ എക്സ്പ്ലനേഷൻസൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ പറയേണ്ടത് ക്ലാസ്സുകൾക്ക് പുറമെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം സ്പീക്കിങ്ങിനൊക്കെ പ്രോബ്ലമുള്ള കുട്ടികൾക്ക് നമുക്ക് അവിടെ ഓപ്പൺ അപ്പ് ആവാം. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം, നമ്മുടെ കോട്ടുകൾ പറയാം, നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ ഒരു സ്പീക്കിങ്ങിനുള്ളൊരു മടിയൊക്കെ നമുക്ക് ഒരുപാട് മാറി കിട്ടും. ക്ലാസ്സുകളൊക്കെ ഒരുപാട് നല്ലതായിരുന്നു. ഒത്തിരി സപ്പോർട്ടീവാണ്, ഒത്തിരി മോട്ടിവേഷണൽ ടോക്സാണ്. സോ ഒരുപാട് നല്ലതായിരുന്നു ക്ലാസ്സുകളൊക്കെ. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ആ എക്സാം ഡേറ്റ് എടുത്തപ്പോൾ എനിക്കൊരു ചെറിയ ഗ്യാപ്പ് വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 1 മന്ത് കോഴ്സ് ഒരു പ്രാക്ടീസ് സെഷൻ ഓഫ്ലൈനിൽ ചെയ്തിരുന്നു. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായി. കാരണം ഞാൻ അതുവരെ ഓൺലൈനിൽ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു റീഫ്രഷ് ചെയ്യാനും പ്രോപ്പറായിട്ട് എൻ്റെ ആ ഒരു ലെറ്റേഴ്സിനെയൊക്കെ ഓർഗനൈസ് ചെയ്യാനും പ്രോപ്പറായിട്ടുള്ള കറക്ഷൻ ചെയ്യാനും എനിക്ക് എൻ്റെ ലെറ്റർ തന്നെ കറക്റ്റ് ചെയ്യാനൊക്കെയുള്ള ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു എനിക്കത്. അവിടുത്തെ മേഡംസ്, നമുക്ക് ഓഫ്ലൈനിൽ പോകുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല മേഡംസാണ് വരുന്നത്. അപ്പോൾ പല ഐഡിയാസ് നമുക്ക് കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ആരും നമ്മളെ അവിടെ ഡിഗ്രേഡ് ചെയ്യില്ല. അതൊക്കെ ഭയങ്കര മോട്ടിവേഷണൽ തോട്ട്സാണ്, അവിടെ ഭയങ്കര സപ്പോർട്ടാണ്. സോ അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. പ്രത്യേകിച്ച് ആ എക്സാം ടൈമിൽ നമുക്ക് ആ എക്സാം ഫിയർ ഇല്ലാതെ പോയിരുന്ന് എക്സാം എഴുതാൻ ഹെൽപ്പ് ചെയ്തു. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് സാറിൻ്റെ മോട്ടിവേഷണൽ ടോക്ക്. അത് നമ്മുടെ ഉള്ളിലെ ആ ഫിയറിനെ എടുത്ത് മാറ്റിയിട്ടാണ് സാർ നമ്മളെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ആ ഹോളിലേക്ക് വിടുന്നതിന് മുമ്പ് നമ്മളെ പ്രിപ്പയർ ചെയ്തത്. അതൊരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു പ്രെയർ ഉണ്ടായിരുന്നു. എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു ഉള്ളിലെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ മാറ്റി ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബലത്തിൽ നമുക്ക് പോവാം എക്സാം എഴുതാൻ. അതുപോലെ നല്ലൊരു പ്രെയറും മോട്ടിവേഷൻ തോട്ടും സപ്പോർട്ടീവ് ഒക്കെ ആയിരുന്നു. സോ ഇതൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അവിടെ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സുകളിൽ മാഡംസ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പ്രതിഫലിക്കുമായിരുന്നു. ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലോട്ട് വരുമായിരുന്നു. സോ നിങ്ങൾ ആരെങ്കിലും ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് OET പഠിക്കുവാൻ വേണ്ടി തിരയുന്നതാണെങ്കിൽ ഐ റെക്കമെൻഡ് യു ക്യാൻ ചൂസ് ടീച്ചേഴ്സ് അക്കാഡമി. ഡെഫിനറ്റ്ലി യു വിൽ അച്ചീവ് യുവർ ഗോൾ.